വേണ്ട. പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ താമസിപ്പിക്കണ്ട. അത് അപകടം വിളിച്ചു വരുത്തും. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളിൽ തലയിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വിശാൽ സാറെ, അച്ഛനെ നോക്കാൻ എന്തിനാ പുറത്തുനിന്നൊരാള്? നമ്മൾ തന്നെ നോക്കിയ പോരെ. ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പുറത്തുനിന്ന് ആരെയും വരുത്തണ്ട. ബെസ്റ്റ്, ഇവള് നോക്കിക്കോളാന്ന്. അപ്പൊ അളിയനെ കൊല്ലം എളുപ്പമായല്ലോ. അളിയോ, ഞാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് കേക്ക്. മനസ്സിലായടി? അടുക്കളക്കാരിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. നിന്നോട് ഈ മുറിയിൽ നിന്ന് പോകാനാ പറഞ്ഞത്. വിശാൽ, ഇവളെ പറഞ്ഞുവിട്. അപ്പച്ചി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? ചേച്ചി നോക്കിക്കോളും, ഒന്നുമില്ല. പാർവതി, അമ്മയും ആന്റിയും കൂടി ഹോം നഴ്സിനെ വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് താല്പര്യക്കുറവല്ല ഞാൻ കണ്ടത്, ഭയമാണ് കണ്ടത്. ഇപ്പോഴും എന്താ പാർവതി, എന്താ പ്രശ്നം? വിശാൽ സാർ പറഞ്ഞത് സത്യോ? എനിക്ക് നല്ല പേടിയുണ്ട്. പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ കയറാൻ അനുവദിക്കരുത് വിശാൽ സാർ. അത് അപകടമാണ്. പാർവതി, കിടപ്പ് രോഗികളുള്ള വീടുകളിലെല്ലാം ഇപ്പൊ ഓരോ ഹോം നഴ്സിനെ വയ്ക്കാറുണ്ട്. അച്ഛനെ നന്നായി നോക്കാൻ അവർക്ക് തന്നെ കഴിയില്ലെന്ന് തോന്നിയതുണ്ടാവാം അമ്മയും പ്രതാപനങ്ങളും ഹോം നഴ്സിനെ കുറിച്ച് ചിന്തിച്ചത്. നന്നായിട്ട് കെയർ ചെയ്യണം പാർവതി. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും കിടത്തുമൊക്കെ വേണം. ഇല്ലെങ്കിൽ ബെഡ് സോർ വരാൻ സാധ്യതയുണ്ട്. ഒരു ഹോം നഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവർ ശ്രദ്ധിച്ചോളും. അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നല്ലേ വിശാൽ സാർ പറഞ്ഞത്? ആശുപത്രിയിലേക്ക് മാറ്റിയ അവിടെയുള്ള നഴ്സുമാര് അതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. പക്ഷേ പാർവതി, അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ആശുപത്രി കിടത്താൻ പറ്റില്ലല്ലോ. പ്രതാപനങ്ങൾ പറഞ്ഞതുപോലെ അച്ഛന് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ഹോം നഴ്സിനെ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ വിശാൽ സാറിന് പോലും മനസ്സിലാവാത്തത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ അതൊന്ന് തുറന്നു പറഞ്ഞേ. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാ വിശാൽ സാർ. ഒരു കൈയും കുത്തിവെക്കാനുള്ള സൂചിയും കയ്യിലെടുത്ത് അച്ഛനെ. ആ രൂപം എനിക്ക് വ്യക്തമല്ല. മരുന്നും സൂചിയുമായിട്ട് വന്ന് കുത്തിവെക്കണമെങ്കിൽ അത് വിശാൽ സാർ പറയുന്ന പോലെ ഒരു ഹോം നഴ്സ് തന്നെ ആയിരിക്കില്ലേ? ഉദയന്നൂരമ്മ മനസ്സിൽ കാണിച്ചു തരുന്നതിന് മുമ്പേ ഗായത്രിയമ്മ പറഞ്ഞു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അത് സംഭവിക്കും വിശാൽ സാറേ. ഹോം നഴ്സ് അച്ഛനെ അപായപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാ ഹോം നഴ്സ്? ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പക്ഷേ പാർവതി, നീ അച്ഛനെ നോക്കുന്നതിൽ അമ്മയ്ക്കും ആന്റിക്കും തീരെ താല്പര്യമില്ല. പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് അവരോട് പറയാനും കഴിയില്ല. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയില്ലെന്ന് അമ്മയെ ആന്റിയൊക്കെ ചോദിക്കും. അവരോട് ഞാൻ എന്താ പറയുക? എനിക്കറിയില്ല വിശാൽ സാർ. ഗായത്രി അമ്മയുടെ കരഞ്ഞ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഗായത്രി അമ്മ മടങ്ങിയത്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ആ ആത്മാവിന്റെ ശാപം എന്റെ
തലയിൽ വന്ന് വീഴും. സംഭവിച്ചു പോയാലെന്നല്ല, അത് സംഭവിക്കും. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. നീ ഒന്ന് പേടിക്കാതിരിക്കെ പാർവതി. ഈ വീട്ടിൽ വെച്ച് നടക്കുന്നതല്ലേ നീ കണ്ടത്. നമ്മളൊക്കെ അല്ലേ ഈ വീട്ടില്. ഒന്നും സംഭവിക്കില്ല. എപ്പോഴും കാവല് നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ വിശാൽ സർ. എന്റെ സേവനം അടുക്കളയിൽ മതിയെന്ന അപ്പച്ചിയും അമ്മയൊക്കെ പറയുന്നത്. അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഒച്ച വെക്കാൻ പോലും കഴിയില്ല അച്ഛന്. നമ്മൾ ആരും അതറിയില്ല. എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധികം സമയമൊന്നും വേണ്ട വിശാൽ സർ. പാർവതി, അമ്മയപ്പച്ചയും ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു. അത് ധിക്കരിച്ച് ഞാൻ അച്ഛന്റെ മുറിയിൽ ചെന്നോ? അപ്പച്ചി പറഞ്ഞത് വിശാൽ സാറും കേട്ടതല്ലേ? ഞാൻ അച്ഛനെ കൊല്ലാൻ പോയതാണെന്ന്. ഹോം നേഴ്സ് അച്ഛനെ അപായപ്പെടുത്തിയാലും അതും എന്റെ തലയിലാവും വരിക. അതെ, നീ വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. സംഭവിക്കാൻ പാടില്ല. വിശാൽ സാറിന്റെ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ പേടിക്കണ്ട, ഞാനുണ്ടാവും. ചേച്ചി, പ്രതാപ, ഹോം നഴ്സിനെ വെക്കണമെന്ന് പറഞ്ഞപ്പോ അവളെന്താ വേണ്ടാന്ന് പറഞ്ഞത്? അത് അവളെ ഉദയന്നൂരമ്മ എന്തോ കാണിക്കുകയോ മറ്റോ ചെയ്തെന്നല്ലേ അവള് പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ, അവളുടെ ഉദയന്നൂരമ്മയുടെ കണ്ണ് കെട്ടാൻ ഒരു മാർഗമുണ്ട്. കൂട് വിട്ട് കൂട് മാറ്റം. കൂടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. മനസ്സിലാക്കി തരാം. നഴ്സ് എന്ന് കേൾക്കുമ്പോ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു സ്നേഹരൂപമായിരിക്കും. ഇവിടെ സംഭവിക്കാനിരിക്കുന്നതും അതാ. ആ സ്ത്രീയുടെ കൂട് മാറ്റി ആ സ്ഥാനത്ത് പുരുഷന്റെ കൂട് വരണം. എന്നുവെച്ചാ മെയിൽ നേഴ്സിനാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അല്ല ചേച്ചി, അത് കൂടുതൽ അബദ്ധത്തിലല്ലേ ചെന്ന് ചേരൂ. എങ്ങനെ? വിശാൽ ഒരിക്കലും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനിപ്പം പാർവതി പറയുന്നേ അല്ല. അതിനൊക്കെ വഴിയുണ്ട് പ്രതാപ. കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ 6 മാസത്തിനുള്ളില് ഗോപിയേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്നല്ലേ നീ കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞത്? അതെ ചേച്ചി, അയാൾ മിടുക്കനായിട്ടുള്ള ഡോക്ടർ തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ആ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് ഹോം നഴ്സ് ആയിട്ട് വരുന്ന ആള് പുരുഷനായ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് വിശാലിനെ ധരിപ്പിച്ചാൽ ഒരു കാരണവശാലും അവൻ എതിര് പറയില്ല. അത് കൊള്ളാം ചേച്ചി, ഉഗ്രൻ ഐഡിയ. ഇത് ഏക്കുന്നുള്ളത് 100% ഉറപ്പാ. അല്ല, ചേച്ചിയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ, അത് ഞാൻ നോക്കിക്കോളാം. നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ നീ പോയൊന്ന് കാണണം. പറ്റിയാൽ അവിടെ ഇരുന്നിട്ട് വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കുകയും വേണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്തുവകകൾക്ക് ഭാര്യയ്ക്ക് ഒരു അവകാശവും ഇല്ലേന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് വേണം തീരുമാനങ്ങൾക്കൊരടിവരയിട്ട് ഉറപ്പിക്കാൻ. പാർവതി, നിന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടു ഗാർഗി. താഴേക്ക് വരുന്ന വഴി കോടതിയിലേക്കൊന്ന് കയറേണ്ടി വന്നു. കോടതിയിലോ? നീ എന്താ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നേ? ഗാർഗി അന്വേഷിച്ച് ഞാൻ താഴേക്ക് വരുമ്പോ അമ്മ അപ്പച്ചയും കൂടി എന്നെ തടഞ്ഞു നിർത്തി വിചാരണ തുടങ്ങി. എന്ത് വിചാരണ?
സരളേച്ചിയെ ഞാൻ എന്തിനാ ഇവിടെന്ന് പറഞ്ഞു വിട്ടേന്ന്. അതിന് അവരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയല്ലേ? അതെ, പക്ഷേ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ ശ്രമം. ജാസ്മിനെ പുറത്താക്കിയ അധികാരം സരളയുടെ കാര്യത്തിൽ ഞാൻ എടുത്തോ എന്നാ ചോദിച്ചത്. ഹാ, അതവിടെ നിക്കട്ടെ. നിന്റെ റൂമിലെ ഇപ്പൊ ഒരു മോഷണ ശ്രമം നടന്നു. ഞാനത് കയ്യോടെ പൊക്കി. എന്റെ മുറിയിന്ന് ആരെന്ത് മോഷ്ടിക്കാനാ? ജാസ്മിൻ, അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാനുണ്ട്. അത് അവളുടെ തന്നെ എന്തോ ആണ്. ഞാൻ ചോദിച്ചപ്പോഴേ അവള് കുറെ കള്ളം പറഞ്ഞു. അതിന് അവളുടെ ഒരു സാധനവും ആ മുറിയിലില്ലല്ലോ. ഞാൻ അവിടെയൊക്കെ തൂത്തു തുടച്ച് നല്ല വൃത്തിയാക്കിയതുവാ. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ആണെങ്കിലോ? എന്റെ മുറിയില് അവിടെ ഒന്നും ഇല്ല ഗാർഗി. ഇനിയിപ്പോ നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് രാത്രി തന്നെ വേണമെന്നില്ലല്ലോ. വേണ്ട, എപ്പോഴെങ്കിലും. അപ്പൊ ശരിയേ, ഗുഡ് നൈറ്റ്. അയ്യോ, പിന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. അതിന് നിന്റെ ഒരു സഹായം വേണം. അയ്യോ ഗാർഗി, നാളെ ഒന്നും എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. അച്ഛന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം. അടുക്കള കാര്യങ്ങളും അതും ഞാൻ തന്നെ നോക്കണം. വീടെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കുക വേണം. ഇതിനിടയില് എനിക്ക് എപ്പോഴാ സമയം? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏതോ ഒരു ഹോം നഴ്സ് വരുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വേണ്ട, അങ്ങനെ ആരും വേണ്ട ഇവിടെ. അത് അപകടമോ ഗാർഗി? അച്ഛന്റെ ജീവന് ആപത്ത് സംഭവിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യം ഗാർഗി, ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതാ. അതിനെ സമ്മതിക്കരുത് ഗാർഗി. നമസ്കാരം നമ്പ്യാർ വക്കീലെ. എന്തെങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ചേടാ, ഈ മുഖം ഇനി മനസ്സിലായില്ലേ? ഒന്ന് കട്ടയ്ക്ക് ഓർത്ത് നോക്കിയേ. പ്രതാപൻ, ഇരിക്കെ. വക്കീലന്മാർക്ക് മറവി അത്ര നല്ലതല്ല. പിന്നെ നാട്ടിലെ എല്ലാ വക്കീലന്മാരുടെയും ഫോൺ നമ്പർ ചേച്ചിയുടെ ഫോണിലുണ്ട്. പക്ഷെ അവരാരെയും ചേച്ചി വിളിച്ചിട്ടില്ല. എന്താ കാര്യം? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് പ്രസാദ് നമ്പ്യാരെ പോലെ ലോ പോയിന്റുകൾ അരച്ചു കലക്കി കുടിച്ച വക്കീലന്മാർ ഈ നാട്ടിൽ വേറെയില്ല. അത് തന്നെ. അത് മാത്രമല്ല, ചേച്ചിക്ക് വേണ്ട നിയമോപദേശങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ളതും വക്കീലാണല്ലോ. അതിന്റെ നന്ദിയും ഓർമ്മയും കൂടിയാണ് ചേച്ചി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള പ്രധാന കാരണം. ഓ, പ്രതാപനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പ്രഭാവതി പറഞ്ഞിരുന്നു. കാര്യം പറഞ്ഞില്ല. എന്താ പ്രതാപ? എന്റെ അളിയൻ ഗോപിനാഥൻ മുതലാളിയുടെ കാര്യം വക്കീൽ സാർ അറിഞ്ഞാണല്ലോ. സ്ട്രോക്ക് വന്ന് കിടക്കാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ. ഓ, ഇനിയിപ്പോ അധികാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുത്താലും തീരാത്ത സ്വത്തുവകകളുടെ ഉടമസ്ഥനാ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ കിടക്കുന്നത്. അളിയൻ എന്തെങ്കിലും സംഭവിച്ചു പോയ എന്റെ പൊന്നു വക്കീലെ, അത് ഓർക്കാൻ പോലും കഴിയില്ല എനിക്കും എന്റെ ചേച്ചിക്കും. അതുകൊണ്ടേ അതിനു മുമ്പ് അതെല്ലാം ചേച്ചിയുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുമോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ല, അതിപ്പോ വേണ്ട, മറുപടി എന്നോട് പറയണ്ട. ഞാൻ ചേച്ചി വിളിച്ചുതരാം. ചേച്ചിയോട് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിലും കണക്കിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാം. എത്ര കൂട്ടിയാലും കുറച്ചാലും കൂടുതൽ വരും. ഉദാഹരണത്തിന് ദേ, ഇതിപ്പോ എത്ര വിരലുണ്ട്? 10 ആണല്ലോ. ഇനി വക്കീലോട് എണ്ണ. കൈവക്ക്. വക്കീലോട് എണ്ണ. 10, 9, 8, 7, 6, 6, 5, 11 ആണല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. ഹലോ ചേച്ചി,
ഹലോ ആ ചേച്ചി, ആ ഞാനിവിടെ എത്തി. ദേ ഞാൻ സാറിന് ഫോൺ കൊടുക്കാം. കണക്കും കാര്യങ്ങളൊക്കെ വക്കീൽ സാർ നേരിട്ട് പറയും. ദാ സാർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക്. ചേച്ചി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഹലോ. ഞാൻ നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കുകയായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പ്രതാപം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എങ്കിലും പറയാം. മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതല്ലേ? പക്ഷെ ഗോപിയേട്ട മരിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം എന്റെ പേരിലായാൽ പിന്നീട് അതിന്റെ പേരിൽ ഒരു തല്ലും വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വീട്ടുകാരുടെ സംസ്കാരം പോലെ ഇരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ പ്രഭാവതി. പ്രശ്നോ? എന്ത് പ്രശ്നം? അതായത് ഗോപിനാഥ് അയാളുടെ പേരിലുള്ളതെല്ലാം വിശാലിന്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? വക്കീലെ, അതെല്ലാം എന്റെ പേരിലേക്ക് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നാ എനിക്കറിയേണ്ടത്. ഗോപിനാഥ് അയാളുടെ അവകാശിയെ തിരിച്ചറിഞ്ഞ് വിൽപത്രത്തിൽ എഴുതിയ സ്ഥിതിക്ക് നിങ്ങളുടെ ആഗ്രഹം തൽക്കാലം നടക്കില്ല. ഓഹോ, ഇന്നലെ വന്ന പെണ്ണിന് കോടികൾ. ഇത്രയും കാലം ഭാര്യയായിട്ട് ജീവിച്ച് എനിക്ക് ഒന്നുമില്ല. ഇത് അന്യായമല്ലേ വക്കീലെ? നോക്കൂ പ്രഭാവതി, ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കുന്ന ആളാണ് മിസ്റ്റർ ഗോപിനാഥ്. അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അയാളുടെ സ്വത്ത് മുഴുവൻ മരുമകളുടെ പേരിലേക്ക് എഴുതി വെച്ചത്. ദേ വക്കീലെ, വക്കീൽ ഒന്നും അറിയാത്തതുപോലെ എന്നോട് സംസാരിക്കല്ലേ. നിങ്ങൾ ഉപദേശിച്ചു തന്ന ചാണക്യ തന്ത്രങ്ങളിലൂടെ തന്നെയാ പ്രഭാവതി ഇവിടം വരെ എത്തിയത്. ദേ, പുതിയൊരു ക്ലയന്റിനോട് സംസാരിക്കുന്ന ഭാഷയിൽ എന്നോട് സംസാരിക്കരുതേ. ക്ഷോഭിക്കാതെ പ്രഭാവതി, ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാനൊന്നും ഗോപിനാഥിന് കഴിയില്ല. മനസ്സിലായില്ല? അതായത് മരണശേഷം 1/4 സ്വത്തുക്കൾക്ക് ഭാര്യയായ നിങ്ങൾക്ക് അവകാശം ചോദിക്കാം. ലീഗലായി മൂവ് ചെയ്താൽ നിങ്ങൾക്കത് വാങ്ങിച്ചെടുക്കാനും സാധിക്കും. പക്ഷേ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് താമസം എടുക്കുമെന്ന് മാത്രം. വിഷമിക്കണ്ട, അതിന് വേണ്ട വക്കാലത്തുകൾ ഞാൻ തന്നെ തയ്യാറാക്കിക്കൊള്ളാം. എന്താ അതുപോലെ? ശരി വക്കീലെ, ഞാൻ വിളിക്കാം. ആ ശരി. അപ്പോ നിയമപരമായിട്ട് നീങ്ങിയ അളിയന്റെ സ്വത്ത് ചേച്ചിക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയും അല്ലേ വക്കീൽ സാറേ? കഴിയും. ഇങ്ങനെ വിലയേറിയ ഒരു ഉപദേശം തന്നതിന് നന്ദിയുണ്ട് വക്കീൽ സാറേ. ഇതിനെക്കുറിച്ച് ചേച്ചിയോട് വിശദമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വക്കീൽ സാറിനെ വിളിക്കാം. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. പ്രതാപന്റെ ആവേശം കണ്ടിട്ട് സ്വത്തിനു വേണ്ടി ഇന്ന് തന്നെ ഗോപിനാഥിനെ കൊല്ലൂന്നാണല്ലോ തോന്നുന്നേ. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടാവൂ? അയാളുടെ സമ്പാദ്യത്തിന്റെ 1/4 ഭാഗം മാത്രം ഭാര്യയായ എനിക്ക്, ബാക്കി മുഴുവൻ അവൾക്ക്. ആ 1/4 ഭാഗം പോലും അയാളുടെ മരണശേഷം മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. അതുവരെ കാത്തിരിക്കണം. അയാൾ എപ്പ ചാവൂന്ന് ആർക്കറിയാം? അത് ഞാൻ തീരുമാനിക്കും. ഹലോ, പ്രഭാവതിയാ. ഞാനൊരു ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായി? ലേഡിയോ? വേണ്ട വേണ്ട, പുരുഷൻ തന്നെ വേണം. അതും നല്ല തണ്ടും തടിയുമായിട്ട് എന്തിനും പോന്ന ഒരുത്തൻ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആയാ കൊള്ളാം. ഞാൻ വിളിച്ചോളാം. മോനെ, ഞാൻ എത്ര ഏജൻസികളിൽ വിളിച്ചെന്നറിയാമോ? നല്ല ഹോം നഴ്സിനെ കിട്ടാൻ വലിയ പാടാണെന്നേ. ലേഡീസ് മതിയെങ്കിൽ ഇപ്പൊ തന്നെ അയക്കാവുന്ന. ഞാൻ വേണ്ടെന്ന് പറയട്ടെ മോനെ? ആണുങ്ങളാ നല്ലത് മോനെ. ഏയ് ലേഡി മതിയമ്മേ. ലേഡിയാവുമ്പോ നമ്മൾ പറയുന്നത് കേട്ട് നിന്നോളും. ആണുങ്ങളാവുമ്പോ മെരുക്കാൻ തന്നെ നല്ല പാടായിരിക്കും. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ മോനെ.
ഏജൻസിക്കാര് നല്ല ഒരാളെ അയക്കും. സ്ത്രീകളായാൽ ഗോപിയേട്ടനെ തിരിച്ചു കിടത്താനും എഴുന്നേൽപ്പിക്കാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും. നല്ല വെയിറ്റുള്ള ആളല്ലേ. അതുകൊണ്ട് ആണുങ്ങൾ തന്നെ വേണ്ടേ മോനെ? ആ അമ്മേ, അത് നമുക്കേ ആലോചിക്കാം അമ്മേ. എനിക്ക് നമ്മുടെ പുതിയ ഓഫീസ് വരെ ഒന്ന് പോണം. നിന്റെ ഡ്രസ് കോഡ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ വേഗം തന്നെ മടങ്ങി വരാം. ഉം, അമ്മേ, വിപിൻ തിരിച്ചു വരാറായോ? എത്തിയിട്ടുണ്ടാവും. എന്നെ വിളിക്കാറില്ലല്ലോ. അമ്മേ, അത് പിന്നെ ഹോം നഴ്സിനെ വേണമെന്ന് അമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം.